വിശുദ്ധ ബൈബിളിൽ നിരവധി ഇടങ്ങളിൽ ദൈവത്തെ തൻ്റെ ജനത്തിന്മേൽ കൃപ പകരുന്നവനായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ബൈബിളിൽ മറ്റൊരിടത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ സകല ജനത്തിനും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടേണ്ടതിന് നാം ദൈവമുഖത്തേക്ക് നോക്കേണ്ടത് അനിവാര്യമാണ്. ദൈവകൃപ പ്രാപിച്ച മനുഷ്യർ പാവം നിറഞ്ഞ ലോകത്തിൽ സവിശേഷമായ വിശുദ്ധിയോടുകൂടെ നിർമ്മലതയോടുകൂടെ അവർ ജീവിച്ചു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അവർ ദൈവികമായ ബലത്തോടുകൂടെ അതിജീവിച്ചു. നമ്മുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളാകുന്ന ജീവിത പരിസരങ്ങളിൽ കർത്താവിന് വേണ്ടി ദൈവിക നിറവോടുകൂടെ നിൽക്കാൻ ദൈവകൃപ നമ്മെ സജ്ജരാക്കി തീർക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാക്കി കളയരുത്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ നാം പ്രാപിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി നാം നിലനിൽക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്, ഫലപ്രദമായി ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ആ ദൈവകൃപയെ ധാരാളമായി ജീവിതത്തിൽ അനുഭവിക്കാം. ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായി പകരപ്പെടട്ടെ.